പെരുമ്പനച്ചി റോഡ്. ആ തോട്ടക്കാട് പെരുമ്പനച്ചി റോഡ് വരുമ്പോൾ ചങ്ങനാശ്ശേരി വരെ ടാർ ചെയ്തിട്ടുണ്ട്. ചങ്ങനാശ്ശേരി കഴിഞ്ഞ് പുതുപ്പള്ളിയിലോട്ട് കയറുമ്പോൾ ടാർ ചെയ്തിട്ടുണ്ട്. ഞാൻ പല തവണ ഇത് ഉദ്യോഗസ്ഥർ മുന്നിൽ പറഞ്ഞു, എനിക്ക് പല വാക്കുകൾ തന്നു, ഇതുവരെ നടപ്പിലാക്കി. അതേ കാര്യമാണ് ഞാലിയാകുഴി കൈതേപ്പാലം റോഡ്. ഞാലിയാകുഴി കൈതേപ്പാലത്ത് റോഡില് ഞാൻ MLA തൊട്ട് അങ്ങനെ കിടക്കുക. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റോഡിന്റെ നടുക്കാണ് 4 കുഴിയുള്ളത്. റോഡിന്റെ നടുക്ക് വാട്ടർ അതോറിറ്റിയുടെ കയ്യിലാണ് ഈ റോഡ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവര് കുഴി അടയ്ക്കാത്തത്. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, വാട്ടർ അതോറിറ്റി കൈമാറുന്നത് ശരിയാ, പക്ഷെ നിങ്ങൾക്ക് സൈഡല്ലേ കുഴിക്കേണ്ടത്? പൈപ്പിടുന്ന സൈഡിലല്ലേ? റോഡിന്റെ നടുക്കത്തെ കുഴി അടയ്ക്കാൻ ആർക്കാണ് ബുദ്ധിമുട്ട്? അത് പാച്ച് വർക്ക് ചെയ്യാൻ എന്താണ് ഒരു ബുദ്ധിമുട്ട് വരുന്നത് എന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. എനിക്ക് 3 പ്രാവശ്യം 3 മീറ്റിംഗ് CMTയുടെ 3 മീറ്റിങ്ങുകൾ 3 പ്രാവശ്യം ഉറപ്പ് വന്നു. ഏറ്റവും അവസാനം നടന്ന മീറ്റിംഗിൽ ഉറപ്പ് വന്നത് 8-ാം തീയതി പൂർത്തിയാക്കുമെന്നാണ്. അത് കഴിഞ്ഞ മീറ്റിംഗ് തന്ന ഉറപ്പാണ് 8-ാം തീയതി പൂർത്തിയാക്കുമെന്ന്. അപ്പൊ ഞാനിപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്, ഈ സമരം കഴിഞ്ഞാൽ ഉടനെ ഞാനൊരു 15 ദിവസം കൂടി കൊടുക്കാൻ തയ്യാറാണ്. 30-ാം തീയതിക്കുള്ളിൽ ഈ റോഡ് ടാർ ചെയ്യുന്നില്ല എങ്കിൽ അവിടുത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം എന്ന നിലയിൽ ഞാലിയാകുഴി കൈതേപ്പാലം റോഡ് ടാർ ചെയ്യാൻ തീരുമാനിക്കുക. അത് ഒരു കാരണവശാലും അത് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. പല അവധി കൊടുത്തു, 1.5 വർഷമൊന്നും അല്ല, ഇത് എത്രയോ വർഷമായി കിടക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്നത്. ഈ മണ്ഡലത്തിനോട് അവഗണന കാണിക്കേണ്ടത് ഈ തരത്തിലാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതുകൊണ്ട് അവിടുത്തെ കോൺഗ്രസ് പാർട്ടി ലോക്കൽ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് ആ റോഡ് കുഴികളടച്ച് ടാർ ചെയ്യാൻ പോകാം. പക്ഷെ ഇന്ന് എൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യം ഇന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പ് വന്നിരിക്കുന്നത് 30-നുള്ളിൽ ചെയ്യുമെന്നാണ്. പക്ഷെ 30-നുള്ളിൽ ചെയ്യുന്നില്ല എങ്കിൽ 30-ാം തീയതി അവിടെ ആ റോഡ് ടാർ ചെയ്യും എന്നുള്ളത് ഒരു സൂചന സമരം എന്ന നിലയ്ക്കാണ് എനിക്ക് അത് ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് ആയുർവേദ ആശുപത്രി ആലപ്പുഴ തുറന്നു കൊടുത്തിട്ടുണ്ട്, ഉദ്ഘാടനം ചെയ്യുന്നില്ല. എന്താണ് ബുദ്ധിമുട്ടെന്ന് എനിക്കറിയത്തില്ല. പൂർവ്വപ്പട വില്ലേജ് ഓഫീസർ ഉദ്ഘാടനം വെക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത് പുതുപ്പള്ളിയോട് മാത്രം എന്താ ഈ നിലപാട് അങ്ങനെ? എനിക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, നമ്മള് ഇവിടുത്തെ ജനങ്ങൾ കരവടയ്ക്കുന്നവരല്ലേ, ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമില്ലേ? ഇവിടെ ഞാൻ വിളിച്ചു പറയുമ്പോഴാണ് ആ വില്ലേജ് ഓഫീസറിനെ വെക്കുന്നത് കേട്ടോ. എത്രയായി ഇവിടുത്തെ മൃഗാശുപത്രി വരെ കൊണ്ടുപോയി. അപ്പൊ ഈ തരത്തിലുള്ള ഒരു സമീപനം, പിന്നെ സർക്കാർ ഉദ്ഘാടനത്തിന്റെ കാര്യം പറയാതിരിക്കുക നല്ലത്. ഞാനൊരു ആശംസകരായിട്ടാണ്, എനിക്ക് പ്രശ്നമില്ല. എല്ലാ പ്രാവശ്യവും 2 മന്ത്രിമാർ വരും, എന്നിട്ട് ഉപകാരമൊന്നുമില്ല, പക്ഷെ 2 മന്ത്രിമാർ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ആശംസയാവും, കുഴപ്പമില്ല. പക്ഷെ ഇതൊന്നും നടത്തിയാലോ ഞാൻ ആശംസനായിരിക്കും. അപ്പൊ പെർമനന്റായിട്ട് ഞാൻ വേണമെങ്കിൽ എഴുതി തന്നേക്കാം, എനിക്ക് ഈ പ്രിവിലേജ് വേണ്ട, അധ്യക്ഷനാക്കുന്ന പ്രിവിലേജ് വേണ്ട. പക്ഷെ ദൈവത്തെ ഓർത്ത് ഈ പരിപാടികൾ നടത്തി കഴിഞ്ഞിട്ട് ഈ പണിയൊന്നും പൂർത്തിയാക്കുക, ഈ ഉദ്ഘാടനങ്ങൾ നടത്തി തരണം. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, അത് ആണ് എനിക്ക് കാര്യത്തിൽ സൂചിപ്പിക്കാവുന്നത്. അതുപോലെ തന്നെ MLA ഫണ്ടും സർക്കാർ ഫണ്ടും അല്ലാതെ തന്നെ നമ്മൾ കുറെ പ്രവർത്തനങ്ങൾ ഇവിടെ കുറച്ച് കൊണ്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഒന്ന്, പുറപ്പെട ലാക്കാട്ടൂറിലെ ഉമ്മൻചാണ്ടി സ്പോർട്സ് അറീന, അത് നമ്മൾ പ്രത്യേക ഇനിഷ്യേറ്റീവ് എടുത്ത് ആന്റി ഡ്രഗ്സ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നടത്തി. അവിടെ ഇന്ന് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. അകലക്കുന്നതും അതേപോലെ തന്നെ പുതുപ്പള്ളിയിലും പുതിയതായ സ്പോർട്സ് കോംപ്ലക്സുകൾ കൊണ്ടുവരുവാനുള്ള ശ്രമം. അപ്പൊ അങ്ങനെ ഈ സർക്കാരിന്റെ ഫണ്ട് അല്ലാതെ തന്നെ ഫണ്ടുകൾ കൊണ്ടുവന്ന് നമ്മള് കുട്ടികൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഈ നാടിന് വേണ്ടിയും ചെയ്യാൻ ശ്രമം നടക്കുന്നുകൊണ്ടായിരിക്കാം ഇതെല്ലാം ഫണ്ടുകൾ മര്യാദയ്ക്ക് വിനിയോഗിക്കാൻ അനുവദിക്കുന്നില്ല. ഫണ്ട് അനുമതി ചോദിച്ചാൽ അനുമതി കിട്ടുന്നില്ല. ഇപ്പം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് നമ്മുടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, KR നാരായൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ത്യയുടെ മലയാളി പ്രസിഡന്റായ ഏക വ്യക്തിയുടെ പേരിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്.
ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോലും നമ്മുടെ ഫണ്ട് ചെലവഴിക്കാൻ അനുവദിക്കാതെ അതിന് എല്ലാ പ്രാവശ്യവും പ്രത്യേക അനുമതി ചോദിക്കേണ്ട ഒരു അവസ്ഥയിലാണ്